നോക്കൂ, 2025 ശീതകാലത്തിൻ്റെ മാന്ത്രിക സ്പർശം ഇന്ന് ഡിസംബർ 14 വെളുപ്പിന് തന്നെ ആരംഭിച്ചു. അതിരാവിലെ യുടെ കിഴക്കൻ ഭാഗത്ത് മാത്രമല്ല, മലയോരങ്ങളിൽ മാത്രമല്ല, അങ്ങ് വടക്കേ അറ്റത്ത് റാസൽ ഹൈവയുമായി ചേർന്നുള്ള ചില മലനിരകളിലും അതിൻ്റെ ഉൾപ്രദേശങ്ങളിലുമൊക്കെ നല്ല മഴ കിട്ടി. നല്ല തണുപ്പാണ്. ഉച്ചയ്ക്കൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തു സുഖമുള്ള ചൂടായിരുന്നു, വെയിലായിരുന്നു. വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങിയവർക്കറിയാം, അരിച്ചരിച്ചു കയറുന്ന തണുപ്പിലേക്ക് രാജ്യം അക്ഷരാർത്ഥത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ യുടെ ഏതാണ്ട് എല്ലാ എമിറേറ്റുകളിലും എല്ലാ നഗരപ്രദേശങ്ങളിലും ആ തണുപ്പ് ഇരച്ചു കയറുന്നതിൻ്റെ പ്രതീതി ഉണ്ടായിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യാത്രയ്ക്കൊക്കെ പോകുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യം, നാളെയും മറ്റന്നാളുമൊക്കെ മഴ പെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് NCM പറയുന്നുണ്ട്. അത് കിഴക്കൻ മലയോരങ്ങളിൽ മാത്രമല്ല, ഇന്നിപ്പോൾ റാസഹേമയിലും അജ്മാനിലും അതുപോലെ ഫുജേറയുടെ പ്രദേശങ്ങളൊക്കെ പെയ്തു. നേരത്തെ തന്നെ സൂചിപ്പിച്ചു കിഴക്കൻ മേഖലകളിൽ. അങ്ങനെ ഏതാണ്ട് എല്ലാ എമിറേറ്റിലും നാളെ ചെറുതെങ്കിലുമായിട്ടുള്ള മഴ കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് പറയുന്നു. റോഡ് നനഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ യാത്രക്കാർ ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും ഉദ്യോഗസ്ഥരുമൊക്കെ പറയുകയാണ്. ഇതെല്ലാം ശ്രദ്ധയിൽ വരണം. നോക്കുക, ഈ ചിത്രങ്ങളിൽ തന്നെ മലയോരങ്ങളിൽ നിന്ന് വെള്ളച്ചാട്ടം താഴേക്ക് വന്ന് വാദികൾ നിറഞ്ഞു കവിയുന്നു. അതിൻ്റെ അടുത്തേക്കൊന്നും വാഹനങ്ങളുമായിട്ട് പോകരുത്. പെട്ടെന്നൊരു കൗതുകം നമുക്കുണ്ടാവും, ഇതൊക്കെ ഒന്ന് പോയി കാണണം, ആ വെള്ളത്തിലൊന്ന് ചാടണം, പറ്റുമെങ്കിലൊന്ന് കുളിക്കണം, എന്നിട്ടൊരു സെൽഫി എടുക്കണം, പോസ്റ്റ് ചെയ്യണം, ഇതൊക്കെ തോന്നാം. പക്ഷേ ഉദ്യോഗസ്ഥർ പറയുന്നു, പോലീസുകാരും പറയുന്നു, നിങ്ങൾ അതിക്രമം കാണിക്കരുത്, അപകടത്തിൽ ചെന്നു ചാടരുത് എന്നുള്ള കാര്യം. ഇതൊക്കെ അനുസരിച്ച് വേണം മുന്നോട്ട് നീങ്ങാൻ. ഇന്ന് രാവിലെ തന്നെ ഇടിമിന്നലുണ്ടായ ചില സ്ഥലങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട കുത്തി ഒലിക്കുന്ന രൂപത്തിൽ മഴ പെയ്ത സ്ഥലങ്ങളുണ്ട്. അജ്മാനിൽ സിറ്റി പ്രദേശങ്ങളിൽ തന്നെ നല്ല മഴയാണെന്ന് പറഞ്ഞ് 6:30-7 മണിക്ക് തന്നെ പ്രേക്ഷകർ ഞങ്ങളെ വിളിച്ച് ഉണർത്തുന്നത് പോലെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഈ മഴ കാണണം, റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മലയോര പ്രദേശങ്ങളിലാവട്ടെ മഴ പെയ്ത പെട്ടെന്ന് തന്നെ ഈ വെള്ളം നിറയുന്ന, വെള്ളച്ചാട്ടത്തിൻ്റെ പ്രതീതി ഉണ്ടാകുന്ന, കുത്തൊഴുക്ക് പോലെ വാദികൾ നിറഞ്ഞു കവിയുന്ന സാഹചര്യമുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പോകണം. അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാനുള്ള എല്ലാവിധ മുൻകരുതലും യാത്രക്കാർ സ്വീകരിക്കണം എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നതിനെ NCM മുന്നറിയിപ്പായി നൽകുന്നതിനെ ഞങ്ങൾ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. ഡിസംബർ 19 വരെ ഈ സാഹചര്യം തുടരാം എന്നാണ് NCM പറഞ്ഞിരിക്കുന്നത്. വളരെ സങ്കടകരവും സംഘർഷഭരിതവും കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നതുമായൊരു വാർത്തയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് രാവിലെ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ജൂതമത വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങൾ ഇന്ന് രാവിലെ അതിൻ്റെ തിരി തെളിക്കാനിരിക്കെ ആ സമയത്താണ് ബോണ്ടി ബീച്ച്, പ്രശസ്തമായ ബോണ്ടി ബീച്ച് എപ്പോഴും തിരക്ക് പിടിച്ചതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആഘോഷങ്ങളോ ആചാരങ്ങളോ നടക്കുന്ന സമയത്ത് ഒരുപാട് ടൂറിസ്റ്റുകളും മറ്റും വരുന്ന ബീച്ച് കൂടിയാണ്. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ 2-3 ആളുകൾ വന്ന് തുരുതുരെ ആളുകൾക്ക് നേരെ നിറയൊഴുക്കിയായിരുന്നു. 12 പേർ തത്സമയം തന്നെ മരിച്ചുവെന്നും 10-30ഓളം ആളുകൾക്ക് കാര്യമായ ഗുരുതരമായ പരിക്ക് പറ്റിയെന്നും ഘാതകരിൽ ഒരാളെ തത്സമയം തന്നെ കൊല്ലാൻ പറ്റിയെന്നും രണ്ടാമത്തെയാൾ ക്രിട്ടിക്കൽ സിറ്റുവേഷനായി കിടക്കുകയാണെന്നും ഉള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഏതായാലും ഇസ്രായേൽ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സെൻസിറ്റിവിറ്റിയിൽ സ്വീകരിക്കണം, സെൻസ് ഉപയോഗിച്ചുകൊണ്ട് പെരുമാറണം എന്ന അർത്ഥത്തിൽ ഇസ്രായേൽ ഓസ്ട്രേലിയയ്ക്കൊരു നിർദ്ദേശം, മുന്നറിയിപ്പ് പോലെ നൽകിയിരിക്കുകയുമാണ്. Night updates supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Usud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.